വോക്കൽ ഹൈജീൻ എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മൾ വ്യക്തി ശുചിത്വം എന്ന് കേട്ടിട്ടുണ്ടാവും. അതുപോലെ ശബ്ദ ശുചിത്വം, വോക്കൽ ഹൈജീൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. നമ്മൾ വ്യക്തമായിട്ട് സ്ഫുടമായിട്ടുള്ളൊരു സംസാരം നമുക്ക് വളരെ ഗുണം ചെയ്യും. നമുക്ക് നമ്മുടെ ജോലിക്കും അതുപോലെ മറ്റ് സാമൂഹിക ജീവിതത്തിനൊക്കെ നമുക്ക് നല്ല വ്യക്തമുള്ള സ്ഫുടമായിട്ടുള്ള ശബ്ദം വളരെ ആവശ്യമാണ്. അതിന് ചെയ്യേണ്ട കാര്യങ്ങളാണ് വോക്കൽ ഹൈജീൻ എന്നുള്ളത്. അതിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ് വെള്ളം. നമ്മൾ ശബ്ദം ഉണ്ടാകുന്നത് വോക്കൽ കോഡിലാണ്. നമ്മൾ തൊണ്ടയ്ക്കകത്തുള്ള വോക്കൽ കോഡ്. ആ വോക്കൽ കോഡ് നനഞ്ഞിരിക്കണം. അത് ഉണങ്ങി നിൽക്കുമ്പോൾ ശബ്ദത്തിന് ഇടർച്ചയും പതർച്ചയും മുറിച്ചിലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കുന്നത് വോക്കൽ കോഡ് നനഞ്ഞിരിക്കാനും വളരെ ലൂബ്രിക്കൻ്റായിട്ട് അതിങ്ങനെ ഇളകാനൊക്കെ പ്രയാസമില്ലാത്ത രീതിയിൽ ലൂബ്രിക്കേറ്റ് ചെയ്യാനും സഹായിക്കും. അപ്പം നല്ല ചൂടുവെള്ളം, ഇളം ചൂടുവെള്ളം കുടിക്കുന്നത് നല്ല വ്യക്തമായിട്ടുള്ള ശബ്ദത്തിന് വളരെ നല്ലതാണ്. രണ്ടാമത്തെ കാര്യമാണ് ശ്വാസം എന്നുള്ളത്. നമ്മൾ ശബ്ദം ഉണ്ടാകുന്നത് ശ്വാസകോശത്തു നിന്നാണ്. അപ്പം നന്നായിട്ട് ശ്വാസം എടുക്കാൻ കഴിയുന്നത് നല്ല ശബ്ദത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ ശ്വാസത്തിൻ്റെ എക്സസൈസുകൾ ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് എന്ന് പറയും. നമ്മൾ നീട്ടി ശ്വാസം എടുത്ത് മൂക്കിലൂടെ പരമാവധി ശ്വാസം എടുത്ത് പിടിച്ച് കുറച്ച് നേരം 2 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് ഇരട്ടി സമയമെടുത്ത് ചുണ്ടിലൂടെ വിടുന്നത് നമുക്ക് നല്ല ശബ്ദം ഉണ്ടാകാൻ സഹായിക്കും. അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കുക, നന്നായിട്ട് ശ്വാസം എടുക്കുക. അതുപോലെ നമ്മൾ ശബ്ദം നമ്മൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ബഹളമുള്ള സമയങ്ങളിൽ സംസാരിക്കാതിരിക്കുക. ചുറ്റും ശബ്ദമുള്ള സമയത്ത് നമുക്കതിൻ്റെ മുകളിൽ കയറ്റി പറയേണ്ടി വരും. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ സംസാരം കുറയ്ക്കുക. നമ്മൾ ചുറ്റും ബഹളമുള്ള സമയത്ത് അങ്ങാടിയിൽ, കല്യാണ വീടുകളിൽ, ചുറ്റും ശബ്ദമുള്ള സമയത്ത്, മറ്റ് മെഷീനുകൾ പ്രവർത്തിക്കുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ സംസാരം പരമാവധി ചുരുക്കുക. അത് സംസാരിക്കുമ്പോൾ വളരെ നിവർന്ന് നിന്ന് സംസാരിക്കുക. വായ നന്നായിട്ട് തുറന്ന് സംസാരിക്കുക. അതുപോലെ നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങൾ എരിവ് കൂടിയത് ഉള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ്. ഗ്യാസ് കൊണ്ട് ശബ്ദ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ നമുക്ക് ചെയ്യേണ്ട ഒരു പ്രത്യേക കാര്യമാണ്, സാധാരണ എല്ലാവരും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് തൊണ്ട കാറുക എന്നുള്ളത്. തൊണ്ട നമ്മൾ വിഷയം കിട്ടാതിരിക്കുമ്പോഴോ അല്ലെങ്കിൽ തൊണ്ട ഇടറുമ്പോഴും പതറുമ്പോഴൊക്കെ നമ്മൾ കാറി അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. നമ്മൾ നല്ല രീതിയിൽ കാറി അഡ്ജസ്റ്റ് ചെയ്യും. അത്തരം സന്ദർഭങ്ങൾ എന്താ സംഭവിക്കുക, നമ്മൾ വോക്കൽ കോഡ് തമ്മിൽ ഗ്രേറ്റ് ചെയ്യുക. നമ്മൾ പടക്കാണ് വോക്കൽ കോഡ് തമ്മിൽ പടക്കുമ്പോൾ അതിന് തമ്മിൽ ബ്ലീഡിങ് ഉണ്ടാവാനും മറ്റ് മുറിവുകൾ ഉണ്ടാവാനും ശബ്ദത്തിന് പ്രയാസം ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. നമ്മൾ തൊണ്ട കാറാൻ തോന്നുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇളം ചൂടുവെള്ളം ശകലമെടുത്ത് ഇറക്കുക എന്നുള്ളതാണ്. നമ്മൾ കാറാൻ തോന്നുമ്പം കാറരുത്. കാറാനുള്ള ടെൻഡൻസി ഉണ്ടാവും, വീണ്ടും വീണ്ടും കാറാനുള്ള ഒരു താല്പര്യം ഉണ്ടാവും. പക്ഷേ അത് മുകളിലോട്ട് കാറുന്നതിന് പകരം താഴോട്ട് ഇറക്കി വിടുക, ഇളം ചൂടുവെള്ളം കുടിക്കുക. അപ്പോൾ ഇളം ചൂടുവെള്ളം കുടിക്കുമ്പോൾ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, തൊണ്ട നനയും. നമ്മൾ ഒരുപാട് നേരം സംസാരിച്ച് വായിട്ട് അടിച്ച സമയത്ത് തൊണ്ട നനഞ്ഞിരുന്നുണ്ടാവില്ല, നമ്മൾ തൊണ്ട ഉണങ്ങിയിരിക്കുകയായിരിക്കും. അപ്പം വെള്ളം കുടിക്കുമ്പോൾ തൊണ്ട ഒന്ന് നനയും. അതുപോലെ തൊണ്ടയ്ക്ക് ചുറ്റുമുള്ള മസിൽസൊക്കെ ടൈറ്റായി നിൽക്കുന്നുണ്ടാവും, അതൊന്ന് അയയാനും സഹായിക്കും. അതുപോലെ നമ്മൾക്ക് നല്ല ശബ്ദം വരാൻ ഇതുപോലുള്ള ഇളം ചൂടുവെള്ളം കുടിക്കുന്നത് വളരെ പ്രയോജനപ്പെടും. അപ്പോൾ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക, ശ്വാസം എടുക്കുന്നത് ശ്രദ്ധിക്കുക, ബഹളമുള്ള സമയങ്ങളിൽ സംസാരിക്കാതിരിക്കുക, കാറാൻ തോന്നുമ്പോൾ കാറുന്നതിന് പകരം ഇളം ചൂടുവെള്ളം കുടിക്കുക. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല ശബ്ദം ഉണ്ടാവും. ഇതാണ് വോക്കൽ ഹൈജീൻ എന്ന് പറയുന്നത്. താങ്ക് യു.